രമേഷ് പിഷാരടി മിമിക്രിക്കാരൻ, നടൻ, സംവിധായകൻ, അതിനെക്കാട്ടി ഉപരി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ്. അങ്ങനെയുള്ളൊരു വളരെ കുറവാണ്. നമ്മളെ ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്റർവ്യൂ ആണെങ്കിലും അതായത് ഒരു ജഡ്ജായിട്ട് വരുമ്പോഴൊക്കെ നല്ല രസമായിട്ട് സംസാരിക്കാൻ അറിയാം. വിഡ്ഢിത്തരങ്ങൾ പറയാതെ നല്ല സ്റ്റാൻഡേർഡ് ഹ്യൂമറും സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ചിന്തിക്കാനും ഒക്കെ വക നൽകുന്ന ഒരു കലാകാരൻ തന്നെയാണ് രമേഷ് പിഷാരടി. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായിട്ടാണ്. അന്നേരം അദ്ദേഹം വന്നപ്പോഴേ ആദ്യം പറഞ്ഞു, ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം കൊടുത്തൊരു വാക്കെന്ന് പറയുന്ന ഇതാണ്: ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും. കാരണം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയാണ് രമേഷ് പിഷാരടി. എവിടെ മമ്മൂട്ടി ഉണ്ടോ ആൾക്കാർ അന്നേരം നോക്കുന്നത് രമേഷ് പിഷാരടി കൂട്ടത്തിലുണ്ടോ എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും അത് മമ്മൂട്ടിയും നമ്മുടെ രമേഷ് പിഷാരടിയും തമ്മിലുള്ള ഒരു വേവിലെന്തും സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെ ഒക്കെ എതിരായിരിക്കും. ഇന്ന് നാമനിർദ്ദേശ പട്ടിക കൊടുക്കാൻ നേരവും അതിനു മുമ്പേ രമേഷ് പിഷാരടി വീഡിയോ കോളിൽ മമ്മൂട്ടി വിളിച്ച് സംസാരിക്കുന്ന ഷാഫി പറമ്പിലുമായിട്ടുള്ള വീഡിയോയും ഇന്ന് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഈ മമ്മൂട്ടി ഫാക്ടർ രമേഷ് പിഷാരടിയെ ജയിപ്പിക്കുമോ, അത് തുണയ്ക്കുമോ? നമ്മളിപ്പോൾ നേരത്തെ നോക്കുമ്പം ഒരുപാട് സിനിമാക്കാർ ഈ ഇലക്ഷൻ നിന്നിട്ടുണ്ട്. പ്രേം നസീർ നല്ല സ്റ്റാർഡമായിട്ട് നിന്നപ്പോൾ ഇലക്ഷൻ നിന്ന് പരാജയപ്പെട്ട ഒരാളാണ്. മുരളി ഗംഭീര നടനാണ്, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് പേര്. മുരളി പക്ഷെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ, വിജയിച്ചിട്ടില്ല. സുരേഷ് ഗോപി ഒരുപാട് പയറ്റി തൃശ്ശൂർ തന്നെ നിന്ന് സിനിമയൊക്കെ കുറച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി വിജയിച്ചു വന്നത്. രമേഷ് പിഷാരടി സംബന്ധിച്ച് രമേഷ് പിഷാരടി ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത്, പേഴ്സണലി തോന്നുന്നത്, തുണയ്ക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. പാലക്കാട്ട് നേരത്തെ വർഷങ്ങളോളം 10-30 വർഷം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അടക്കി ഭരിക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. ആ ജില്ലയിൽ എന്തൊക്കെ UDF നേതാക്കൾ നേരത്തെ ചെയ്ത നേട്ടങ്ങളായിരിക്കും ജനങ്ങൾ എടുത്തു പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു സ്ഥലത്തായാലും നേരത്തെ ഉള്ളവരൊക്കെ ചെയ്തേക്കുന്ന നേട്ടങ്ങൾ ഇദ്ദേഹം പാലിക്കുമെന്ന് അവർക്കൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾക്കൊരു ഉറപ്പായിരിക്കും രമേഷ് പിഷാരടി ജയിപ്പിക്കാൻ. അത് എത്രമാത്രം രമേഷ് പിഷാരടി അതെല്ലാം ഇൻഫ്ലുവൻസ് ആൾക്കാരെ ചെയ്യിപ്പിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പം സിനിമാ താരങ്ങളെല്ലാവരും ഇളകി വരികയാണ്. മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ദിലീപായാലും ജയറാമായാലും എല്ലാവരും വന്നാൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇലക്ഷന്. കാരണം സിനിമയും രാഷ്ട്രീയവും രണ്ടായി കാണുന്നവരാണ് മലയാളികൾ. തമിഴ്നാട് രാഷ്ട്രീയം പോലെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മലയാളികൾക്കിടയിൽ ഒരിക്കലും താരപരിവേഷം ഒരു വിജയസാധ്യത ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.